ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നത്. എൻ്റെ കിച്ചണിലേക്ക് ഞാൻ വാങ്ങിച്ച ക്രോക്കറി ഐറ്റംസാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം എൻ്റെ കിച്ചണിൽ ഈ ഒരു ഫ്രണ്ട് സൈഡിലാണ് നമ്മുടെ ക്രോക്കറി ഐറ്റംസിൻ്റെ ഷോക്കേസ് വരുന്നത്. നമ്മളെ ആദ്യത്തെ നമ്മളെ എൻജിനീയർ ഫസ്റ്റ് ഡിസൈൻ തന്നപ്പം നമ്മളെ കിച്ചണിൽ ഇങ്ങനെ ഒരു ഷോക്കേസ് ഒന്നുമില്ലായിരുന്നു. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കിട്ടിയ ഡിസൈന്. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു എനിക്ക് ഒറ്റ കിച്ചണേ ഉള്ളൂ എന്ന്. അപ്പം ഒറ്റ കിച്ചണാകുമ്പോൾ നമുക്ക് ഈ ഒരു എൽ ഷേപ്പിൽ മാത്രമായാലും നമുക്ക് സൗകര്യം ഉണ്ടാവില്ല എങ്ങനെയാലും റാക്കിൽ വർക്ക് ചെയ്യാൻ. അപ്പോൾ ഞാനങ്ങനെ പിൻട്രസ്റ്റിൽ സെർച്ച് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു ഡിസൈൻ കിട്ടി. കാരണം നമ്മൾ കയറുന്ന ഭാഗത്ത് തന്നെ ഫ്രിഡ്ജ് കാണുമ്പം അത് ബോറാവുന്ന ഇങ്ങനെ ഒരു അഭിപ്രായം വന്നപ്പോൾ ഞാൻ പിന്നെ പിൻട്രസ്റ്റിൽ തപ്പിയപ്പോൾ ഇങ്ങനെ ഒരു ഡിസൈൻ കിട്ടി. അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഡിസൈനിലേക്ക് മാറ്റം വരുത്തിയത്. ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല, പക്ഷെ എന്നാലും ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് വാങ്ങിച്ച സാധനങ്ങളൊക്കെയാണിത്. അപ്പം ഫസ്റ്റ് നമ്മളെ ഇൻസ്റ്റഗ്രാം റീല് കണ്ട് ഇഷ്ടപ്പെട്ട് ഒക്കെ ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ്. അത് നേരിട്ട് അതിൻ്റെ സൈറ്റിൽ തന്നെ അതായത് ആമസോൺ മുഖേന അല്ലാതെ നേരിട്ട് വെബ്സൈറ്റിൽ പോയിട്ട് പർച്ചേസ് ചെയ്യുന്നതാണ്. നമ്മൾ ഡയറക്റ്റായിട്ട് പർച്ചേസ് ചെയ്യുമ്പം ശരിക്കും പ്രൈസിന് നല്ല വ്യത്യാസം ഉണ്ടാവും. ഇത് ഞാൻ മാഹി ക്രിയേഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ അടുത്തത് ഇത് ഒരു സെറാമിക് കപ്പാണ്. ഇതൊക്കെ നല്ല ക്വാണ്ടിറ്റി കൊള്ളുന്ന കപ്സാണ് കേട്ടോ. ഇത് വാരയെന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജിൽ നിന്ന് വാങ്ങിച്ചതാണ്. അധിക പ്രൊഡക്ട്സും ഞാൻ നെസ്റ്റാഷ്യ എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റിൽ നിന്നാണ് വാങ്ങിച്ചത്. അവിടുന്ന് വാങ്ങിച്ചൊരു ടീ സെറ്റ് വിത്ത് കെറ്റിൽ ആണിത്. ഇത് 4 ചെറിയ കപ്പാണ്, നമ്മൾ കാവ ഗ്ലാസ് എന്നൊക്കെ പറയില്ല അതേപോലത്തെ ഗ്ലാസ്സാണ്. ഈ ഒരു കെറ്റിൽ ഈ ഒരു 4 ഗ്ലാസ്സിലേക്കുള്ള വെള്ളം കൊള്ളുകയുള്ളൂ കേട്ടോ. പിന്നെ ഇതും അതുപോലെ തന്നെ നെസ്റ്റാഷ്യെന്ന് പർച്ചേസ് ചെയ്തതാണ്. ഇതൊക്കെ നമുക്ക് ഓവനിൽ സേഫ് ആട്ടോ. ഈ പാത്രമൊക്കെ കെറ്റിലല്ല ഞാൻ ഉദ്ദേശിച്ച ഈ 2 പാത്രമാണ്. അതുപോലെ ഇത് ഞാൻ ഇപ്പം ഇതിന് ഒന്നിന് 990 ഉണ്ട് പ്രൈസ്. പക്ഷെ ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് ഇത് B1 G1 ബൈ 1 ഗെറ്റ് 1 ഫ്രീ ഉണ്ടല്ലോ, അങ്ങനെ ഒരു ഓഫറിൽ വാങ്ങിച്ചതാണ്. പിന്നെ ഈ ഒരു സെറ്റ് എനിക്ക് ഹൗസ് വാമിങ്ങിന് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇത് നമ്മുടെ കൈൽ ക്രോക്കറി ഉണ്ടല്ലോ, അത് ഇപ്പം പുതിയതായിട്ട് പുതിയങ്ങാടി പാവങ്ങാട് തുറന്നിട്ടുണ്ട്. അവിടുത്തെ പാക്കിംഗ് ആയിരുന്നു, അതാണ് ഞാൻ കയ്യിലത്തെ സാധനം എന്ന് പറഞ്ഞത്. നല്ല ക്വാളിറ്റിയുള്ള നല്ല അടിപൊളി ഒരു സെറ്റാണ്. നല്ല അടിപൊളി കളർ കോമ്പിനേഷനാണ്, വൈറ്റും ഗോൾഡനും. നല്ല ഭംഗിയാണല്ലോ ആ ഒരു കളർ കോമ്പിനേഷൻ കാണാൻ. അപ്പം ഇത് മറ്റൊരു സെറ്റാണ്. പിന്നെ പറയാനുള്ളത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഞാൻ വാങ്ങിച്ചുള്ള ഒരു പ്രൊഡക്റ്റ് ഇതാണ്. ഇതൊരു സെറ്റാണ്, ഒരു 4 ഡിഫറെൻറ്റ് സൈസിൽ വരുന്ന, അതുപോലെ തന്നെ ഗ്ലാസ് മെറ്റീരിയലാണ്. പിന്നെ ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക നമ്മൾ ബേക്ക് ചെയ്യുന്നവർക്കാണ്. ബീറ്റ് ചെയ്യാനും ആ ഒരു വലിയ ബൗളുണ്ടല്ലോ, ഏറ്റവും വലിയ ബൗള്, അതിൽ ബീറ്റ് ചെയ്യാനും ഒക്കെ നല്ല ഒരു യൂസ്ഫുള്ളായിട്ടുള്ള, പിന്നെ സെർവ് ചെയ്യാനും ഒക്കെ നല്ല ഭംഗിയാണ്. ഒരു പ്രത്യേകതരം ഭംഗിയുള്ളൊരു പാത്രമാണ്. അപ്പം ഇത് മറ്റൊരു ഉപകാരമുള്ളൊരു സെറ്റാണ് ഞാൻ വാങ്ങിച്ചതിൽ വെച്ചിട്ട്. ഏറ്റവും ചെറുത് അതിൽ കറിയൊക്കെ സാധാരണ വിളമ്പൽ. പിന്നെ അടുത്ത പ്രൊഡക്റ്റ് ഞാനിത് നെസ്റ്റാഷ്യ എന്നാണ് പർച്ചേസ് ചെയ്തത്. ഇത് ഞാൻ സാധാരണ നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പം അവർക്ക് ചായക്ക് പലഹാരങ്ങളൊക്കെ വെച്ചെടുക്കുന്നൊരു പാത്രമാണ്. പിന്നെ ഇത് ഞാൻ ഇതുവരെ ഉപയോഗിച്ചത് പുഡിങ് സെർവ് ചെയ്യാനാണ്. പിന്നെ ഈ ഒരു 4 സെർവിങ് പോട്ടും ഞാൻ നെസ്റ്റാഷ്യയിൽ നിന്ന് വാങ്ങിച്ചതാണ്. നെസ്റ്റാഷ്യയിൽ നല്ല 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 രസമുള്ള അടിപൊളി ക്രോക്കറി ഐറ്റംസ് ഉണ്ട് കേട്ടോ.
നിങ്ങൾക്ക് ആ ഒരു വെബ്സൈറ്റിൽ പോയാൽ കാണാം. കുറച്ച് റേറ്റ് കൂടുതലാണ്. പക്ഷേ ഞാൻ ഇതൊക്കെ വാങ്ങിച്ചത് അവരെ കഴിഞ്ഞ വർഷം അവരൊരു ഓഫർ ഇട്ടിരുന്നു. ഞാൻ പറഞ്ഞല്ലോ G1 ബൈ 1 ഗെറ്റ് 1 ഓഫർ. അതിന്ന് പർച്ചേസ് ചെയ്തതാണ് ഒക്കെ. അപ്പോൾ നമ്മൾ വീട് പണിയൊക്കെ എടുക്കുന്നവർ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഓഫർ കൊടുക്കും വെബ്സൈറ്റിൽ. എങ്ങനെയായാലും അവർ ഓഫർ ഉണ്ടാവും. അപ്പം അതിലൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ലാഭമാണ്. ഈ ഒരു കപ്പൊക്കെ ഞാൻ സ്റ്റേഷനെടുത്താണ്. പിന്നെ നമ്മൾ ലിവിങ് ഏരിയൻ്റെ തൊട്ട് മുകളിൽ ഇതേപോലെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഞാൻ വെച്ചിട്ടുള്ളത് 2 ചെറിയ പോട്ടാണ്. അത് സെയിം സ്റ്റേഷനിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. പിന്നെ അതിന് തൊട്ട് അടുത്തുള്ള കെറ്റിൽ ഡക്കർ മാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെബ് പേജിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കുഞ്ഞ് ക്രോക്കറി ഐറ്റംസിൻ്റെ കളക്ഷന്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ടവരൊക്കെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.